ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബിനീഷ് ബാസിനെ കുറിച്ചാണ്. അത് ശരിക്കും പറഞ്ഞാൽ ബിനീഷ് ബാസിൻ പെട്ടിരിക്കുക എന്ന് തന്നെ പറയേണ്ടിരിക്കുക. അതായത് ബിനീഷ് ബാസിൻ പുള്ളിക്കാരൻ്റെ ഒരു സുഹൃത്തിന് കടമായിട്ടൊരു പൈസ കൊടുത്തു. ആ കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ പുള്ളിക്കാരനെ ഇപ്പോൾ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് അറിയണ്ടേ? ബിനീഷ് ബാസിൻ പുള്ളിക്കാരൻ്റെ സുഹൃത്തായ അനസ് പനവള്ളിക്ക് കുറച്ച് പൈസ കടമായിട്ട് കൊടുത്തു. ആ കടമായിട്ട് മേടിച്ച പൈസ ബിനീഷ് ബാസിൻ ചോദിച്ചു എന്ന് പോയ ഒരു തെറ്റാണ് ബിനീഷ് ബാസിൻ ചെയ്തത്. എന്തായാലും അനസ് പനവള്ളിയുടെ ഒരു വീഡിയോ ഉണ്ട്, ഇതിനൊക്കെ എക്സ്പ്ലനേഷൻ കൊടുത്തൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഫസ്റ്റ് ഒന്ന് കേൾക്കാം, അതിനുശേഷം നമ്മുടെ ബിനീഷ് ബാസ്റ്റിന്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. എന്തായാലും ഫസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമസ്കാരം, അനസ് പാണാവള്ളി. ഞാൻ വളരെ പ്രയാസപ്പെട്ടും ബുദ്ധിമുട്ടും സങ്കടം സഹിക്കവയ്യാതെയാണ് ഈ വീഡിയോവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. 2 പെൺമക്കളും ഭാര്യയും പിതാവും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം ഞാനാണ്. എൻ്റെ ഉപജീവനം ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു സാധാരണക്കാരൻ കൂടിയാണ്. ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ബിനീഷ് ബാസ്റ്റിന്റെ ഒരു പോസ്റ്റ് ആളുകൾക്ക് ഇടയിലുണ്ടായ തെറ്റിദ്ധാരണ വലുതാണ്. എന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വിളിക്കുകയും എന്നെ പേഴ്സണലായി വ്യക്തിഹത്യ എന്നെയും കുടുംബത്തെയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഉണ്ടായിട്ടുള്ളത്. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ നാഥനാണ് ഞാനും ബിനീഷ് ബാസിനും തമ്മിൽ കഴിഞ്ഞ 6-7 വർഷക്കാലമായി അടുത്ത സൗഹൃദം പുലർത്തുന്ന സൗഹൃദത്തിലെ ഉപരി എന്റെ ഒരു സഹോദരന, എന്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ അദ്ദേഹവുമായി ഇടപെടുകയും പെരുമാറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. യെസ്, ഈ പുള്ളിക്കാരൻ ബിനീഷ് ബാസിനും വളരെ ക്ലോസ് ആണ്. അതുകൊണ്ടാണ് ബിനീഷ് ബാസിന് ഈ പുള്ളിക്കാരന് ഒരു ആപത്തുഘട്ടം വന്നപ്പോഴത്തേക്കും ഒരു പൈസ കൊടുത്ത് സഹായിച്ചത്. എത്ര രൂപയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30,000 രൂപയാണ് കൊടുത്തത്. ആ പൈസ കൊടുത്തതിന്റെ ബേസിസിലാണ് ഇപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ ജീവിതവുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായിട്ട് 6 ലക്ഷം രൂപ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ്. ഇന്ന് ബിനീഷിന്റെ പോസ്റ്റിൽ ആളുകൾ ഞാൻ ഒരു 10-20 ലക്ഷം രൂപ അദ്ദേഹത്തെ പറ്റിക്കുന്ന തരത്തിൽ തെറ്റിദ്ധരിക്കുന്ന തരത്തിലാണ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് TV ചാനലുകൾ, ഓൺലൈൻ ചാനലുകൾ ഒക്കെ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ നിജസ്ഥിതി നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത്. ഈ പോസ്റ്റ് ഞാൻ കാണിക്കാം. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പോസ്റ്റ് അല്ല ബിനീഷ് ബാസിൻ പോസ്റ്റ് ചെയ്ത്. ഈ പുള്ളിക്കാരന്റെ ഒരു പോസ്റ്റ് പുള്ളിക്കാരൻ നേരെ ബിനീഷ് ബാസിൻ റീഷെയർ ചെയ്യായിരുന്നു സംഭവം. ങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു 30,000 രൂപ കടം വാങ്ങിയിട്ടുണ്ടായി. 3 മാസത്തെ സാവകാശം നൽകണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ കടം വാങ്ങിയിട്ടുള്ളത്. 3 മാസം അവധി എത്തിയപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറയണേ, എനിക്കിന്ന് പൈസ തരാൻ പറ്റൂല, കുറച്ച് സാവകാശം കൂടി തന്നെ, ഞാൻ ഒരു 2-3 മാസം കഴിയുമ്പോൾ തിരിച്ച് തന്നോളാം എന്ന് പറഞ്ഞ്, അപ്പൊ ആ ശരി എന്നും പറഞ്ഞ് പുള്ളി കട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് 1 മണി ആ വണ്ടി കൊണ്ടൊന്ന് വീട്ടിലിട്ടേക്കാൻ പറഞ്ഞു. ഓട്ടോറിക്ഷ. ആ ഓട്ടോറിക്ഷ എന്റെ ജീവനും എന്റെ ജീവിതവും എന്റെ ഉപജീവന മാർഗവുമാണ്. ആ ഓട്ടോറിക്ഷ കാരണം 5 ജീവിതങ്ങളും അതിലുപരി വേറെ ഒരുപാട് ആളുകളും ജീവിക്കുന്നതാണ്. അതെനിക്ക് വലിയ വിഷമുണ്ടാക്കി. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ അദ്ദേഹവുമായി ഒരു വാക്ക് തർക്കമോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു കുറ്റപ്പെടുത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനുശേഷം ക്രിസ്മസിന് എന്നെ വന്ന് കണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിനീഷ് ബാസിന്റെ ഈ പുള്ളിക്കാരൻ പൈസ മേടിക്കുന്നത്, അത് പുള്ളിക്കാരന്റെ ഓട്ടോറിക്ഷയുടെ ഇൻഷുറൻസും ടാക്സും തീർന്നു കിടക്കുന്നത്. എല്ലാ വർഷവും ഇത്രയും വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ ഇൻഷുറൻസും ടാക്സും എല്ലാ വർഷവും പുതുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 30,000 രൂപ ബിനീഷ് ബാസിന് കൊടുത്തു. സുഹൃത്തെന്ന നിലയിൽ കടമായിട്ടാണ് കൊടുത്തത്, പലിശക്ക് പോലും അല്ല, കടമായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഈ കൊടുത്ത ആൾ, അതായത് പൈസ കൊടുത്ത ആൾ ഇയാളുടെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ടാണല്ലോ കൊടുക്കുന്നത്. അത് സുഹൃത്ത്, പുള്ളിക്കാരൻ്റെ ഒപ്പം നടന്ന സുഹൃത്തിന് പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ പൈസ കൊടുത്തു. അതിനുശേഷം പുള്ളിക്കാരൻ ബിനീഷ് ബാസിന് ഈ പൈസ തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു, അതായത് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ മേടിച്ചോ എന്ന്. അപ്പോൾ അതിന് കുഴപ്പമില്ല, ഇതിന് കുഴപ്പമുണ്ടല്ലേ? ഉണ്ടായ ഒരു വിഷമം ഇതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞ സമയത്ത് ഈ 30,000-ൽ 25,000 രൂപ ഞാൻ അദ്ദേഹത്തിന് നൽകി. ഇനി അദ്ദേഹത്തിന് കൊടുക്കാനുള്ളത് 5,000 രൂപയാണ്. ഈ 5,000 രൂപക്ക് എന്നെ സമൂഹത്തിൽ മോശക്കാരനായി ചിത്രീകരിക്കുകയും എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്.
അത് അദ്ദേഹത്തിന്റെ മാന്യതയും മര്യാദയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിലവിൽ ഒരു വ്യക്തി എന്ന നിലക്ക് 6 ലക്ഷം രൂപ പലർക്കും കൊടുക്കാനുണ്ട്. അത് കൊടുത്ത് വീട്ടുക തന്നെ ചെയ്യും. അത് ഞാൻ ചെയ്യുന്ന ചാരിറ്റി, ഞാൻ പറയാം, അതൊരു മനസ്സാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, അത് നമ്മൾ കടം മേടിച്ചു കഴിഞ്ഞാൽ, അത് നമ്മളിപ്പോൾ എത്ര രൂപയാണെങ്കിലും, ചെറിയ എമൗണ്ട് ആയിട്ട് വലിയ എമൗണ്ട്, നമ്മളിപ്പോൾ ഒരാളുടെ നിന്ന് കടം മേടിച്ചു കഴിഞ്ഞാൽ അത് കൊടുത്ത് തീർക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതായത് നമ്മൾ കടം മേടിക്കുന്ന സമയത്ത്, അത് എല്ലാവർക്കും ഉള്ള, നമ്മൾ സുഹൃത്ത്, നമ്മളെല്ലാവരും കടം മേടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ. അപ്പം നമ്മൾ കടം മേടിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു മര്യാദയുണ്ട്. അതായത് അവർ നമ്മൾ ഇന്ന ഡേറ്റിനുള്ളിൽ പറയുകയാണെങ്കിൽ, ഇന്ന ഡേറ്റിനുള്ളിൽ തരാമെന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വിളിച്ച് അവർ ഇൻഫോം ചെയ്യുക, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇൻഫോം ചെയ്യുക. പൈസ പുള്ളിക്കാരൻ്റെ ഇത് മേടിച്ച് കഴിഞ്ഞതിന് ശേഷം നിനക്ക് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് വർത്താനമായിട്ട് വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും പ്രതികരിച്ചു പോകും. നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളിൽ നിന്നും നമ്മളിലൂടെ മറ്റൊരുത്തിനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതും ചെയ്യുന്നത്. ഒരു അനർഹമായ 1 രൂപ പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വീടുണ്ടായത് ഈ കഴിഞ്ഞ വർഷമാണ്. ഞാൻ എത്ര നാള് ദുരിതത്തിലും, ഞാനും എൻ്റെ മക്കളും ദുരിതത്തിലും പ്രയാസത്തിലും ഒക്കെ കടന്ന് അനുഭവിച്ചതാണ്. അപ്പോഴാണ് എനിക്കൊരു വീട് ഉണ്ടായത്. അതുമായിട്ട് ബന്ധപ്പെട്ടും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും 6 ലക്ഷം രൂപ എനിക്ക് കടമുണ്ട്. ബിനീഷ് ബാസ്റ്റിൻ എന്ന പ്രിയപ്പെട്ട സഹോദരനും സുഹൃത്തിനും കൊടുക്കാനുള്ളത് 5000 രൂപയാണ്. ആ 5000 രൂപക്കാണ് ആളുകളുടെ മുമ്പിൽ എന്നെ നാണം കിടന്നത്. പല ആൾക്കാരും വിളിച്ചിട്ട് പുള്ളിക്ക് ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട എന്ന തരത്തിലാണ് സംസാരിച്ചത്. പിന്നെ ബിനീഷ് എന്ന വ്യക്തി, നിങ്ങൾക്കൊരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും അറിയാവുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയും സംഗതിയൊക്കെ കണ്ടിട്ട്. പക്ഷെ ബിനീഷ് എന്ന വ്യക്തി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് 7 വർഷം കൊണ്ട് കൂടെ നടന്ന് കണ്ടവനാണ് ഞാൻ. അപ്പൊ ആരെയും കുറ്റപ്പെടുത്താനും ഒന്നുമല്ല, ഈ എന്റെ നിജസ്ഥിതിയും സത്യാവസ്ഥയും ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി പറയാ, ദൈവ തൃപ്തിക്ക് വേണ്ടി എന്റെ ചാരിറ്റിയും തുടരും. നിങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ ഒപ്പം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ പുള്ളിക്കാരൻ ചാറ്റ് ചെയ്യുന്ന ഒരാളാണ്, നല്ല കാര്യം. പുള്ളിക്കാരനെ ലൈഫിൽ ഒരു ബാലൻസ് ഇല്ല, കടം കയറി നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വീണ്ടും ചാറ്റ് ചെയ്ത് പൈസ കളയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ പുള്ളിക്കാരൻ്റെ പേഴ്സണൽ ചോയ്സ്, അതൊക്കെ നിൽക്കട്ടെ. എനിക്ക് ആനസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ബിനീഷ് എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പൈസ മേടിച്ചില്ല എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ, അനസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, ബിനീഷിൻ്റെ ബർത്ത്ഡേയിൽ വിഷ് ചെയ്തിട്ട് ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ പുള്ളിക്കാരൻ കമൻ്റ് ആണ് ചെയ്തത്. ഈ സാധനം അതേപടി പുള്ളിക്കാരൻ റീഷെയർ ചെയ്യുമായിരുന്നു. എന്തായാലും ആ കമൻറ്റിൻ്റെ ടൈറ്റിൽ, അതായത് ബർത്ത്ഡേ വിഷിന് ഇട്ട ടൈറ്റിൽ നിന്ന് ഞാൻ വായിച്ചു തരാം. അതിനകത്ത് എഴുതിയിരിക്കുന്ന പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബന്ധത്തിൻ്റെ വില തിരിച്ചറിയുന്ന ഒരു സമയം വരും. അതിനുശേഷം പുള്ളിക്കാരൻ വിഷ് ചെയ്യുന്ന ഒരു ഇതാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിലാണ് ബിനീഷ് ബാസിൻ കമൻറ്റ് ചെയ്തത്. ആ കമൻറ്റും കൂടെ ഞാൻ വായിക്കാം. ബർത്ത്ഡേ വിഷ് ചെയ്തതിന് വളരെ സന്തോഷം. ഓട്ടോറിക്ഷയുടെ ഇൻഷുറൻസും ടാക്സും മുടങ്ങിയിട്ട് ഒരുപാട് നാളായി എന്ന് പറഞ്ഞാണ് എൻ്റെ കയ്യിൽ നിന്നും വലിയൊരു തുക കടമായി മേടിച്ചെന്ന് പറഞ്ഞു. ഡേറ്റ് കഴിഞ്ഞ് വീണ്ടും 2 മാസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോ എന്ന്. പിന്നീട് എൻ്റെ കല്യാണ ആവശ്യങ്ങൾക്കായി നിരവധി തവണ ഇദ്ദേഹത്തെ വിളിച്ച് ഞാൻ മടുത്തു. അതിനുശേഷം 90% പൈസ തന്നു. ഞാൻ സുഹൃത്ത് എന്ന നിലയിലാണ് സഹായിച്ചത്. ഞാൻ പലിശയ്ക്ക് കൊടുത്ത പൈസയല്ല. ലോട്ടറി അടിച്ചാൽ പോലും കടം മേടിച്ച പൈസ തിരിച്ചു തരാത്ത ആളുകളാണ് നമ്മുടെ ഇടയിൽ ഉള്ളത്. ഇനിയും എൻ്റെ കാശ് തരാനുണ്ട്. ഞാനും അധ്വാനിച്ച് തന്നെയാണ് കാശ് ഉണ്ടാക്കുന്നത്. നുണ പറഞ്ഞ് കാശ് മേടിച്ചതാണ് ഈ സൗഹൃദം സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം. ആദ്യം ബാക്കി തരാനുള്ള പൈസ തന്ന് പഴയ സൗഹൃദം പുതുക്കുക. കേട്ടല്ലോ, അതായത് ബിനീഷ് ബാസിൻ്റെ 30,000 രൂപ പുള്ളിക്കാരൻ മേടിച്ചു. അതായത് പുള്ളിക്കാരൻ, അതായത് ഓട്ടോറിക്ഷയുടെ ഇൻഷുറൻസും ടാക്സും പുതുക്കാൻ എന്ന രീതിയിൽ പുള്ളിക്കാരൻ്റെ പൈസ മേടിച്ചു. ആ പൈസ ബിനീഷ് ബാസിന് ചോദിച്ചപ്പോഴത്തേക്കും മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചോടാന്ന് പറയുന്നു. അതെവിടുത്തെ പരിപാടിയാണ്? അത് നമ്മളൊരാൾക്ക് കടമായിട്ടൊരു പൈസ കൊടുക്കുന്നു. എടാ നീ സൗകര്യം പോലെ തന്നാൽ മതി. അതിനുശേഷം പറയാം, എനിക്ക് ഇപ്പോൾ പൈസ ഇല്ല, 2 മാസം കഴിഞ്ഞിട്ട് ഓക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നു. അതിനുശേഷം എടാ പൈസ എന്തിനാണ്, കുറച്ച് ആവശ്യമുണ്ട്, കല്യാണത്തെ ആവശ്യത്തിന് കുറച്ച് പൈസ ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, നീ മേടിക്കാൻ പറ്റുകയാണെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടുത്തെ പരിപാടിയാണ്? അതാണ് ഈ പുള്ളിക്കാരൻ ഷെയർ ചെയ്തത്. അതായത് ഈ പുള്ളിക്കാരൻ ഈ ബിനീഷ് ബാസിൻ്റെ പോസ്റ്റ് ഇതേപോലത്തെ ഇട്ടു. അതായത് ഈ സൗഹൃദത്തിൻ്റെ വില തിരിച്ചറിയുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ബിനീഷ് ബാസിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു ഫോട്ടോ ആണ്. അതിൻ്റെ അടിയിലാണ് ബിനീഷ് ബാസിൻ കമൻറ്റ് ചെയ്തത്. പിന്നെ ബിനീഷ് ബാസിന് ഒരു ഇൻ്റർവ്യൂവിൽ ഇതേപോലത്തെ ഒരു കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് പുള്ളിക്കാരൻ്റെ പേരോ കൊടുക്കാനുള്ള പൈസ ഒന്നും പറഞ്ഞില്ല. എൻ്റെ സുഹൃത്തുക്കൾ ഇതേപോലെ ഞാൻ കടം കൊടുത്ത പൈസ എനിക്ക് കിട്ടാണ്ടിരുന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം. കടം കൊടുത്തു കഴിഞ്ഞാൽ എത്ര വല്ല സുഹൃത്തുക്കളാണെങ്കിലും നമ്മൾ തെറ്റും. പൈസ ഇല്ലാത്ത മറ്റു പൈസക്ക് എനിക്ക് തന്നിട്ടുണ്ട്. മനഃപൂർവ്വം തരാതിരിക്കുന്ന ആൾക്കാരുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യത്തിനായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ നമ്മൾ ശത്രുക്കളാണ് അവരുടെ. ചിലപ്പോ മേടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും നമ്മുടെ അടുത്ത്. കേട്ടല്ലോ, അതായത് ആ സമയത്ത് ഇയാളെ സഹായിക്കാൻ വേറെ ആരില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും ബിനീഷ് ബാസിന് നല്ല മനസ്സ് തോന്നി. പുള്ളിക്കാരൻ അധ്വാനിച്ച പൈസ കടമായിട്ട് കൊടുത്തു.
ആ കടമായിട്ട് കൊടുത്ത പൈസ പുള്ളിക്കാരൻ ചോദിച്ചതാണ് പുള്ളിക്കാരൻ ചെയ്ത തെറ്റ്. അതെവിടുത്തെ പരിപാടിയാണ്? അതിനുശേഷം പുള്ളിക്കാരനെ കുറിച്ച് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നേരെ റീഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. പുള്ളിക്കാരൻ ഈ ഒരു ഇതിനകത്ത് പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞിട്ടില്ല, കൊടുക്കാനുള്ള എമൗണ്ട് പറഞ്ഞിട്ടില്ല, ആരാ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ, അത് ഈ സുഹൃത്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല, പേര് പോലും മെൻഷൻ ചെയ്തിട്ടില്ല. 30,000 രൂപയാണ് ബിനീഷിൽ നിന്ന് ഞാൻ വാങ്ങിയത്. അതിൽ 25,000 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനി കൊടുക്കാനുള്ള 5,000 രൂപയാണ്. ആ വീഡിയോ കണ്ടതിന് ശേഷം എന്റെ പ്രിയ സുഹൃത്ത് എന്നെ വിളിച്ച് അവന് കൊടുക്കാനുള്ള പൈസ തന്നിട്ടുണ്ട്. അത് ഞാൻ ബിനീഷിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബിനീഷുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട് ഇതോടുകൂടി തീരുകയാണ്. ബിനീഷിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അനിൽ രാധാകൃഷ്ണ മേനോൻ എന്ന സാധാരണ പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം തകർത്തതുപോലെ നീ എന്റെ ജീവിതം തകർക്കാൻ നോക്കണ്ട. അതിന് നീ ആയിട്ടില്ല. അവന് കൊടുക്കാനുള്ള 5,000 രൂപ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം. യെസ്, കൊടുക്കാനുള്ള 5,000 രൂപയും കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ആരെ തന്നെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ വേറെ സുഹൃത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് വേറെ കടം മേടിച്ചിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുള്ളിക്കാരനെ ബിനീഷ് ബാസിനെ വളരെ പുച്ഛമാണ്. അതായത് ബിനീഷ് ബാസിന് പൈസ ചോദിച്ച പൈസ തിരിച്ചു കൊടുത്തല്ലോ. അപ്പോൾ ഇപ്പോൾ ഭയങ്കര പുച്ഛമാണ്. പൈസ കടമായിട്ട് മേടിക്കുന്ന ഒരു കുറ്റമല്ല. അതായത് പൈസ കടം മേടിക്കാത്ത ആരുമില്ല. മിക്ക ആൾക്കാരും പൈസ കടം മേടിക്കാറുണ്ട്. പൈസ കടം മേടിച്ചിട്ട് ആ പൈസ ചോദിക്കുന്നവനടുത്ത് അതായത് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിயான കാര്യമാണോ? അതായത് ഈ ഒരു കാര്യത്തിൽ ബിനീഷ് ബാസിന്റെ കയ്യിലാണ് 100% ന്യായം. ബിനീഷ് ബാസിന്റെ കയ്യിൽ തന്നെയാണ്. അത് പുള്ളിക്കാരൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ചോദിച്ചു, അത് മാത്രമേ പുള്ളിക്കാരൻ ചെയ്ത് തെറ്റുള്ളൂ. അതിന് കാര്യമായിട്ട് ഒരു ഇതൊന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം പുള്ളിക്കാരൻ ഇതേപോലത്തെ ഇത് വന്നപ്പോഴത്തേക്കും ബിനീഷ് ബാസിന് കാര്യമായിട്ട് റെസ്പോണ്ട് ഒന്നും ചെയ്തില്ല. പുള്ളിക്കാരൻ ഒരു കമന്റ് ഇട്ടു. ഈ ബിനീഷ് ബാസിന് എവിടെ ഈ കമന്റ് ഇട്ടത്? ഈ പുള്ളിക്കാരനും ബിനീഷ് ബാസിനും ചേർന്ന് ഒരു ഫോട്ടോ ഇട്ടു. അതിനുശേഷം ഈ സുഹൃത്ത് ബന്ധത്തിന്റെ പേരെ നിങ്ങൾക്ക് ഒരു നാൾ മനസ്സിലാക്കുമെന്ന് പറഞ്ഞാൽ ബിനീഷ് ബാസിന് കുത്തുന്ന ടൈപ്പ് ഒരു കമന്റ് ഇട്ടിട്ട് ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് പുള്ളിക്കാരനെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ റെസ്പോണ്ട് ചെയ്യായിരിക്കും. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് ചെയ്ത് ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക.